അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം എല്ലാവരും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഈ റമളാൻ ഹൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന റമളാനുകളിൽ റമളാൻ മാസത്തിൽ ഈ റമളാൻ മാസത്തെ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഞാനും തിരക്കിലായിരുന്നു, ലക്ഷദ്വീപിലായിരുന്നു, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. പിന്നെ പല ജാതി പരിപാടികളും തിരക്കുകളുമായി വീഡിയോയുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ അവസാനം ചെയ്ത വീഡിയോ ഞാൻ നിൽക്കുന്ന വീടും നമ്മുടെ പറമ്പും വീടും അതിലുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാം, പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ് എന്നൊക്കെ ഒരു ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അത് കണ്ട് ധാരാളം ആളുകൾ വിളിച്ചിരുന്നു, ധാരാളം ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. തങ്ങൾ പറഞ്ഞ അത്തരം തടസ്സങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ ജീവിതത്തിലുണ്ട്, ഞങ്ങളെ വീട്ടിലുണ്ട്, ഞങ്ങളെ പരിസരത്തുണ്ട്. വീട്ടിലേക്ക് അങ്ങ് കയറിയിരിക്കാൻ വയ്യ തങ്ങളെ, പ്രയാസമാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനെ ധാരാളം ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ അതിൽ ധാരാളം ആളുകൾ പറഞ്ഞതായിരുന്നു തങ്ങളെ. ധാരാളം യുവാക്കൾ പറഞ്ഞിരുന്നു തങ്ങളെ കല്യാണക്കാര്യം റെഡിയാകുന്നില്ല, കല്യാണക്കാര്യത്തിൽ തടസ്സങ്ങളുണ്ട് തങ്ങളെ, കല്യാണക്കാര്യമൊന്നും റെഡിയാകുന്നില്ല. 30, 32, 35 വയസ്സായി തങ്ങളെ, ഇതുവരെ കല്യാണക്കാര്യങ്ങൾ റെഡിയായിട്ടില്ല. വിവാഹ തടസ്സങ്ങൾ, എനിക്ക് വിവാഹ തടസ്സങ്ങളുണ്ടോ? ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഞങ്ങളെ വീടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ വിവാഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? അതൊക്കെയായിരുന്നു കുറേ ആളുകളുടെ ചോദ്യം. ചോദ്യങ്ങൾ അതായിരുന്നു. ഞങ്ങളെ വീടിനും പരിസരത്തും പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുമോ, ജോലി തടസ്സങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ ധാരാളം തടസ്സങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നു ചേരാം. ഇത്തരം ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പരിസരത്തോ ഉണ്ടെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നമുക്ക് വന്നു ചേരാം, അതിൽ സംശയമില്ല. അതിൽ ധാരാളം ആളുകൾ പറഞ്ഞതായിരുന്നു തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല, കുറേ അങ്ങ് റെഡിയാകും, കുറേ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങോട്ട് പോയിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടും, അവർക്ക് ഇങ്ങോട്ടും ഇഷ്ടപ്പെടും. പക്ഷെ അതിൽ കാര്യത്തിനോട് അടുത്ത് വരുമ്പോൾ അത് തട്ടി നീങ്ങുകയാണ്. എന്തെന്നില്ലാത്ത കാരണങ്ങളില്ലാതെ വിവാഹം തട്ടി നീങ്ങുകയാണ്, തടസ്സങ്ങൾ വന്ന് തട്ടി നീങ്ങുകയാണ്. അതിനെന്താണ് പരിഹാരം തങ്ങളെ? അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം തടസ്സങ്ങളാണോ എന്ന് ചോദിക്കുന്ന യുവാക്കളുണ്ട്. ധാരാളം യുവാക്കൾ മകൻക്ക് വേണ്ടി ഉമ്മ വിളിക്കുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഞങ്ങൾ അന്വേഷിക്കാത്ത ഇടങ്ങളില്ല, അന്വേഷിക്കാത്ത വിവാഹ ബന്ധങ്ങളില്ല, കാണാത്ത ബ്രോക്കർമാരില്ല. ഇത്തരം തടസ്സങ്ങൾ എൻ്റെ മകൻക്കുണ്ട്, അതിനുള്ള പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളൊന്നുമില്ല. അത്തരം പ്രതിസന്ധികൾ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അവർക്ക് തടസ്സങ്ങളുണ്ടോ, പൈശാചികമായ ഉപദ്രവങ്ങളുണ്ടോ, വിവാഹ തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് അതിലൊന്നൊരു ബുദ്ധിമുട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ദിക്റുകൾ ചെല്ലേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഓതേണ്ടത്, അതിനൊരു അമല് തങ്ങൾ പറഞ്ഞു തരണം. അതിന് തങ്ങൾ അമല് പറഞ്ഞു തരണമെന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട്, അന്വേഷിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി 21 ദിവസം മുടങ്ങാതെ
21 ദിവസം സൂറത്തുൽ അഹ്സാബ്, ഖുർആനിലുള്ള സൂറത്തുൽ അഹ്സാബ് അതിൻ്റെ ആദ്യ വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ പാരായണം ചെയ്യുക. അറിയാത്തവരുണ്ടാകും. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ അഹ്സാബ് അതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പേജ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ പാരായണം ചെയ്യുക. 21 ദിവസം മുടങ്ങാതെ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇത്തരം തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ, ഇത്തരം വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഈ സൂറത്തുൽ അഹ്സാബ് മുടങ്ങാതെ നിങ്ങൾ പാരായണം ചെയ്താൽ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇണയെ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു ഒരു അനുയോജ്യമായ ഇണയെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല റാഹത്തുള്ള, ദീനുള്ള, സൗന്ദര്യമുള്ള, സീനത്തുള്ള, ഭംഗിയുള്ള നല്ലൊരു ഇണയെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം യുവതികളും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അവരൊക്കെ ഓതേണ്ടത് 21 ദിവസം സൂറത്തുൽ അഹ്സാബ്. വലിയതായ പ്രയാസങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിനായി വരാം. ധാരാളം ആളുകൾ വരുന്നവരുണ്ട്. ഈ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത എനിക്ക് അറിയിക്കാനുണ്ട്. ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നു, തങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ അടുത്തേക്ക് വന്ന് അത്തരം കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തങ്ങളിപ്പോൾ റാഹത്താണ്, അത്തരം പ്രയാസങ്ങളില്ല, എൻ്റെ മകൻ്റെ കല്യാണം ശരിയായി. ധാരാളം ആളുകൾ പറഞ്ഞതാണ് കല്യാണം ശരിയായി, തങ്ങൾ ദുആ ചെയ്യണം, അതിനുള്ളൊരു നല്ലൊരു ദിവസം തങ്ങൾ പറഞ്ഞു തരണം, നഹസില്ലാത്ത നല്ലൊരു ദിവസം തങ്ങൾ കുറിച്ചു തരണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ധാരാളം ആളുകളുടെ കല്യാണ കാര്യങ്ങൾ ശരിയായി, ധാരാളം ആളുകളുടെ പ്രയാസങ്ങൾ ശരിയായി. അതാണല്ലോ നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിജയം. അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ധാരാളം യുവാക്കളും യുവതികളും കല്യാണക്കാര്യം ശരിയാവാതെ ടെൻഷൻ അടിച്ച് ഫിക്റായി നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ അമലി 21 ദിവസം മുറിയാതെ മഅരിബ് നമസ്കാരത്തിന് ശേഷം, ഇപ്പോഴൊക്കെ റമളാനാണ്, ആ മഅരിബ് നമസ്കാരത്തിന് ശേഷം ഓതാൻ കഴിയാത്ത ആളുകൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷം 21 ദിവസം മുടങ്ങാതെ സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഇണയെ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു ഇണയെ അടുപ്പിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ്, പ്രതിസന്ധികൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. നാം എല്ലാവരും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ്. ഈ റമളാൻ മാസത്തിൽ അഅ്മാലുകൾ ചെയ്ത് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹത്മുകൾ പാരായണം ചെയ്ത് ഹത്മുകൾ പൂർത്തിയാക്കുക, നല്ല നല്ല ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലി നല്ല ഹൈറായ നിലക്ക് ഈ റമളാൻ മാസത്തിന് നമുക്ക് വിട പറഞ്ഞ് സലാം ചൊല്ലി നമുക്ക് വിട പറയിക്കണം. ഹൈറായ നിലക്ക് അഅ്മാലുകൾ ചെയ്ത് ഈ റമളാൻ മാസം അവസാനത്തെ ഒടുക്കത്തെ റമളാനാക്കി ഞങ്ങളിൽ നിന്ന് മാറ്റല്ല. ഇനിയും റമളാനിനെ വരവേൽക്കാനും അഅ്മാലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞ പ്രയാസമാണ്, വിവാഹം ശരിയാകുന്നില്ല, തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ അനുയോജ്യമായ ഇണയെ നീ കൊടുക്കണേ അല്ലാഹ്, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം യുവതികൾ, യുവാക്കൾ അല്ലാഹുവേ എന്ത് തടസ്സമാണെങ്കിലും അല്ലാഹ് നീ നീക്കം ചെയ്ത് ഒരു അനുയോജ്യമായ ഇണയെ നീ കൊടുക്കണേ അല്ലാഹ്, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്, നമ്മളെ മജ്ലിസിലേക്ക് പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ വിളിച്ചു ചോദിച്ചിരുന്നു, തങ്ങളെ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ലേ? ഞാൻ ആ വീഡിയോസിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു, ഞാനൊരു യാത്രയിലാണ്, ഞാൻ ലക്ഷദ്വീപിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ചു പോയവരാണ്. അവിടുത്തെ നാട്ടുകാർ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു, അല്ലാഹുവേ അവർക്ക് നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. പാവങ്ങളാണ് തമ്പുരാനെ, നീ ഖൈറും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. സൽക്കാരപ്രിയരാണ് അല്ലാഹുവേ നീ
അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. റാഹത്താകണേ അല്ലാ. ഞങ്ങളെ സ്വീകരിച്ച കുടുംബം, ഞങ്ങളെ കൊണ്ടുപോയ കുടുംബം അല്ലാഹുവേ, അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. ഈ റമളാൻ മാസത്തിൽ, നല്ല മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. നല്ല രാവിലാണ്, നല്ല ദിവസത്തിലാണ് അല്ലാഹുവേ. നിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടല്ലോ അവർക്ക് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. നമ്മളുടെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. ശിഫയായ ആളുകൾ അല്ലാഹുവേ, ഇനി ഒരിക്കലും പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. നീ ഖൈറാക്കണേ അല്ലാ. ഞങ്ങളെ വീഡിയോസ് കാണുന്നവര്, ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അല്ലാഹുവേ, അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. ആലപ്പുഴ ജില്ലയിൽ കായാംകുളത്തുള്ള അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഷാനവാസിക്ക്, അവിടുത്തെ സുജത്ത അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. കല്യാണപ്രായമെത്തിയ മകനുണ്ട് അല്ലാഹുവേ, ലാഹിക്കായ ഒരു ഇണയെ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്, ഞങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരാണ്, സഹായങ്ങൾ തരുന്നവരാണ് അല്ലാഹുവേ. അവരെ കൊയക്കല്ല അല്ലാ, അവരെ കൊയക്കല്ല തമ്പുരാനെ. അങ്ങനെ ധാരാളം ആളുകൾ, പ്രവാസികൾ അല്ലാഹുവേ, എൻ്റെ പ്രവാസികൾക്ക് അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ജോലി പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ജോലി തടസ്സങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന ഒരവസ്ഥ അല്ലാഹു ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم. إن شاء الله എല്ലാവരും ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.